ഓം ശാന്തി. ദേഹസഹിതം സർവവും മറന്ന് ഞാൻ എൻ്റെ ശ്രദ്ധ എൻ്റെ സ്വസ്വരൂപത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ജ്യോതി സ്വരൂപ ആത്മാവാണ്. ഞാൻ ഈ ശരീരത്തെ നടത്തിക്കുന്ന ചൈതന്യ ശക്തി ആത്മാവാണ്. ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. ഈ ശരീരത്തിൻ്റെ മാലിക്കാണ്. ഈ ശരീരം സ്ഥൂലമാണ്. ഞാൻ ആത്മാവ് സത്യമാണ്, ചൈതന്യമാണ്. ഇത് വിനാശി ശരീരമാണ്, ജഡമാണ്. ഞാൻ ആത്മാ അവിനാശിയാണ്, ചൈതന്യമാണ്. ഞാൻ ഈ ശരീരത്തിലിരിക്കുന്ന ചൈതന്യ പ്രകാശമാണ്. ഒരു നിമിഷം കൊണ്ട് ഞാൻ ഈ ശരീരത്തിൽ നിന്നും ബുദ്ധി കൊണ്ട് വേറിടുകയാണ്. ഞാനിപ്പോൾ ശരീരത്തിലായിരുന്നു. ഇപ്പോൾ അശരീരിയാകുന്നു. ശരീരബോധത്തിൽ നിന്നും തീർത്തും മുക്തമായി അശരീരിയാകുന്നു. ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ ആകർഷണത്തിൽ നിന്നും സമ്പൂർണമായും മുക്തമാണ്. ദേഹത്തിൻ്റെ സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായ ശക്തിശാലി ആത്മാവാണ് ഞാൻ. ഞാൻ ആത്മാ മഹാൻ കാര്യം ചെയ്യുന്നതിനായി ഈ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്നു. ഞാൻ നഷ്ടമോഹയാകുന്നു. മോഹജീതാത്മാവാണ്. ഇപ്പോൾ ഈ ശരീരം ഒട്ടും തന്നെ എന്നെ ആകർഷിക്കുന്നില്ല. ശരീരബോധത്തിൽ നിന്നും മുക്തമായി ഞാൻ അശരീരി സ്ഥിതിയിലിരിക്കുന്നു. ഞാൻ ഒരു ബന്ധനത്തിൻ്റെ ആകർഷണത്തിലും വരുന്നില്ല. എനിക്ക് അശരീരിയായി എൻ്റെ സ്വീറ്റ് ഹോമിലേക്ക് പോകണം. നിമിഷം കൊണ്ട് ഈ ശരീരത്തിൽ നിന്നും പറന്നുയർന്ന് ഞാൻ എൻ്റെ സ്വീറ്റ് ഹോം പരമധാമത്തിലേക്ക് പോകുന്നു.
സെക്കൻഡിൽ സ്വീറ്റ് ഹോമിലെത്തി. 4 ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന പരിധിയില്ലാത്ത ബ്രഹ്മാണ്ടത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. പരമാത്മാ ശിവബാബ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. ഞാൻ ആത്മാ അശരീരി സ്ഥിതിയിൽ ശിവബാബയുടെ സമീപമിരിക്കുന്നു. ബാബ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനസാഗരമാണ്, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. പരിധിയില്ലാത്ത ബാബയോട് എനിക്ക് പരിധിയില്ലാത്ത സ്നേഹമാണ്. ഞാനും ബാബയും മൂന്നാമതൊരാളില്ല. ഈ സ്ഥിതിയിൽ ഞാൻ ബാബയിൽ നിന്നും വിട പറഞ്ഞ് ശരീരത്തിൽ പ്രവേശിച്ച് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ഞാൻ ട്രസ്റ്റിയായി കഴിയുന്നു. ഞാനിപ്പോൾ ഒരു യാചകനായി മാറിയിരിക്കുന്നു. ഒന്നും എൻ്റേതല്ല. ഒരു വസ്തുവിലും ആസക്തിയില്ല. ഞാൻ മരിച്ചാൽ ലോകവും മരിച്ചു. ഇതാണ് എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷ്യം. ശരീരത്തിനോട് മമത്വമില്ല. ആത്മാവ് അശരീരിയായി തിരിച്ചു പോകുന്നു. അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, അച്ഛനെ ഓർമ്മിക്കൂ, എന്നിട്ട് പവിത്രമായി ശാന്തിധാമത്തിലേക്ക് പോകൂ. ഞാൻ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. സ്വദർശന ചക്രധാരിയായി മാറി ഉയർന്ന പദവിയെടുക്കുന്നു. മുഴുവൻ ആത്മാക്കളെയും പാവനമാക്കുന്നത് അച്ഛനാണ്. ബാബ പറയുകയാണ്, എന്നെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. ഞാൻ ഒരു ബാബയുടെ അവ്യഭിചാരി ഓർമ്മയിലൂടെ പാവനമായി മാറുകയാണ്. ബാബ തന്നെയാണ് പതിത പാവനൻ. പതിത ലോകത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശാന്തിധാമത്തിലേക്കും പിന്നീട് സുഖധാമത്തിലേക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ പൂർണ്ണമായും യാചകനായി മാറുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ടും ആസക്തികളെ ഉപേക്ഷിക്കുന്നു. ഈ സമയത്ത് ബാബ വളരെ അടുത്താണ്, സമീപമാണ്. ബാബയുടെ മുന്നിൽ ഞാൻ ബാബയുടേതായി മാറുന്നു. ഒന്നും ഓർമ്മ വരരുത്, ഞാൻ അശരീരിയായി മാറുന്നു. ഈ ശരീരത്തെ പോലും എൻ്റേതാണെന്ന് കരുതുന്നില്ല.
സ്വയം ആത്മാവാണെന്ന് കരുതുന്നു. ഇപ്പോൾ എനിക്ക് തിരിച്ചു പോകണം. ശരീരത്തോടുള്ള മമത്വമില്ലാതാകണം. ഞാൻ തന്നെയാണ് യാചകനിൽ നിന്നും ധനവാനാകുന്നത്, ധനവാനിൽ നിന്നും യാചകനുമാകുന്നു. 100% സന്തോഷമുണ്ടായിരിക്കുന്നു. പിന്നീട് കുറഞ്ഞു വരുന്നു. ആദ്യം പരിധിയില്ലാത്ത സാമ്രാജ്യമായിരുന്നു. പിന്നീട് അല്പകാലത്തെ പരിധിയുള്ള രാജധാനിയായി മാറി. ഈ പുരുഷോത്തമ സംഗമയുഗത്തിന് വളരെയധികം മഹിമയുണ്ട്. പുരുഷോത്തമനായി മാറുന്നവർക്കും മഹിമയുണ്ട്. ഭഗവാൻ ജ്ഞാനസാഗരനാണ്. ബ്രാഹ്മണരെയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. മുഴുവൻ ഡ്രാമയുടെയും ആദ്യ മധ്യ അന്ത്യത്തിന്റെ രഹസ്യത്തെയും മനസ്സിലാക്കി തരുന്നു. ഈ പാർട്ട് ഒരു തവണ മാത്രമാണ് നടക്കുന്നത്. ബാബ സെക്കൻഡിൽ ജീവൻ മുക്തി നൽകുന്നു. ബാബയെ ജാലവിദ്യക്കാരനെന്ന് പറയുന്നു. കുട്ടികളെ പഠിപ്പിച്ച് വിവേകശാലിയാക്കി മാറ്റുന്നു. ഞാൻ ശാന്തിധാമ നിവാസിയാണ്. ഇവിടെ പാർട്ട് അഭിനയിച്ച് ഞാൻ അച്ഛനെ തന്നെ മറന്നു പോകുന്നു. അതിനാൽ വീടും മറന്നു പോകുന്നു. ഭാരതത്തിന് മുഴുവൻ വിശ്വരാജ്യ അധികാരവും നൽകിയ ബാബയെ തന്നെ മറന്നുപോയി. മുഴുവൻ രഹസ്യവും ഇപ്പോൾ അച്ഛൻ മനസ്സിലാക്കി തരുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണെന്ന സ്മൃതിയിൽ ഞാൻ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നു. ഇപ്പോഴെനിക്ക് തിരിച്ചു പോകണം. അതിനാൽ ഈ ശരീരത്തിൽ നിന്നു പോലും യാചകനായി മാറണം. ഇതിനെ മറന്ന് അശരീരിയായ ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ബാബ നൽകിയ വരദാനത്തിന്റെ സ്മൃതി സ്വരൂപമാകുന്നു. സദാ സന്തുഷ്ടരായിരുന്ന് തൻ്റെ ദൃഷ്ടി ഭാവന കർമ്മത്തിലൂടെ സന്തുഷ്ടതയുടെ അനുഭൂതി ചെയ്യിപ്പിക്കുന്ന സന്തുഷ്ടമണിയായി ഭവിക്കുന്നു. ആരാണോ സദാ സങ്കല്പം, വാക്ക്, സംബന്ധ, സമ്പർക്കം, കർമ്മത്തിലും ബാപ്ദാദ മുഖേന തൻ്റെ മേലെ സന്തുഷ്ടതയുടെ സുവർണ പുഷ്പങ്ങൾ വർഷിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യുന്നത് അവരാണ് സന്തുഷ്ടമണികൾ. ഞാൻ സന്തുഷ്ടമണിയായി ബാപ്ദാദയുടെ കഴുത്തിലെ മാലയിലെ മണിയാകുന്നു. ഭക്തരുടെ സ്മരണമാലയാകുന്നു. ഞാൻ നെഗറ്റീവിനെയും വ്യർത്ഥത്തെയും സമാപ്തമാക്കി പരിശ്രമമുക്തരാകുന്നു. ഓ
ശാ